പത്രവാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പത്രങ്ങൾ മംഗളമുണ്ട്, അതേപോലെ ജന്മഭൂമിയുണ്ട്. മംഗളം, ജന്മഭൂമി, ദീപിക, ദെൻ ദേശാഭിമാനി, സുപ്രഭാതം, കേരള കൗമുദി, ദെൻ മാധ്യമം, ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ദെൻ ടൈംസ് ഓഫ് ഇന്ത്യ, മലയാള മനോരമ, മാതൃഭൂമി. ഇതങ്ങനെ ഗംഭീരമാക്കാൻ പോവാണ്. എല്ലാ പത്രങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പത്രങ്ങളിലൂടെയും നമ്മളൊന്ന് യാത്ര ചെയ്യും. പത്രങ്ങളിലൂടെ യാത്ര ചെയ്തതിന് ശേഷം ഇന്നത്തെ വാർത്തയിലേക്ക് നമുക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇ.പി. ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നൽകുന്ന വിശദീകരണം എന്തായിരിക്കും എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇ.പിയുമായിട്ട് സംസാരിച്ചിരുന്നു. 7 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ എന്നാണ് ഇ.പി. പറഞ്ഞത്. മകന്റെ വീട്ടിലായിരിക്കും. ആ കുളത്തെ ഫ്ളാറ്റിൽ നമ്മൾ പോകുന്നുണ്ട്. അവിടെ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റിയാൽ നമുക്ക് അദ്ദേഹവുമായി ഇന്നത്തെ ദിവസം ഒന്ന് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ പത്രവാർത്തകളിലേക്ക് പോകാം. പ്രിയപ്പെട്ട പ്രേക്ഷകരും തിരക്കുകളിലാണ് എന്നെനിക്കറിയാം. കാഴ്ചകളും ഇടയ്ക്ക് കണ്ടോളുക. കൽപ്പാത്തിയിലെ രസകരങ്ങളായിട്ടുള്ള കാഴ്ചകളും ഇടയ്ക്ക് ഞങ്ങളുടെ ക്യാമറ സംഘം പ്രേക്ഷകർക്ക് പകർത്തി നൽകുന്നതായിരിക്കും. അപ്പോൾ വിവിധ ക്യാമറ കണ്ണുകളിലൂടെ കൽപ്പാത്തി രഥോത്സവത്തിന്റെ തിരക്കും കാഴ്ചകളും പ്രേക്ഷകർക്ക് നൽകുന്നതിനോടൊപ്പം ഇന്നത്തെ വാർത്താ ദിനത്തിലെ വാർത്തയും പ്രേക്ഷകർക്ക് നൽകും. അപ്പോൾ ഇന്നത്തെ ദിവസം നവംബർ 15 കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം നടക്കുന്ന ദിനം, തുലാമാസം 30-ാം തീയതി. ഇനി 5-ാം നാൾ പാലക്കാടിന് ഉപതെരഞ്ഞെടുപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാതൃഭൂമി പത്രത്തിൽ തുടങ്ങാം. മാതൃഭൂമി പത്രത്തിൽ ശമ്പളത്തിൽ കൈയൊഴിഞ്ഞു എന്നൊരു തലക്കെട്ടിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താണ് ആ വാർത്തയെന്ന് നോക്കാം. ശമ്പളത്തിൽ കൈയൊഴിഞ്ഞു, ഗ്രാന്റ്സ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിൽ പിടിമുറുക്കിയ സർക്കാർ, നൽകുന്നത് സഹായം മാത്രം, ശമ്പളവും പെൻഷനും മറ്റു ചെലവുകളും സർക്കാരിന്റെ ബാധ്യതയല്ല. സർക്കാർ സഹായത്തോടെ ഗ്രാന്റ് ഇൻ എയ്ഡായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ചെലവിൽ കർശന നിലപാടുമായി സർക്കാർ. ഈ സ്ഥാപനങ്ങളിൽ ശമ്പളവും പെൻഷനും മറ്റു ചെലവുകളും സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. ഇതെല്ലാം സ്ഥാപനങ്ങൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് കണ്ടെത്തണം. സർക്കാർ പണം നൽകുന്നത് വെറും സഹായം മാത്രമായാണ്. ശമ്പള വർധനയ്ക്കും കുടിശ്ശികയ്ക്കും ആനുകൂല്യങ്ങൾക്കും അവകാശം ഉന്നയിച്ച് ജീവനക്കാർ കോടതിയെ സമീപിച്ചാൽ സർക്കാരിന് ബാധ്യതയില്ലെന്ന് സത്യവാങ്മൂലം നൽകണമെന്നും ഈ സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മേധാവികൾക്ക് നിർദ്ദേശം നൽകി. ഏകദേശം 200ഓളം സ്ഥാപനങ്ങളാണ് സർക്കാരിന്റെ ഗ്രാന്റ്സ് ഇൻ എയ്ഡ് വാങ്ങി പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനങ്ങളെയാണ് ഇപ്പോൾ ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ കൈയൊഴിഞ്ഞിരിക്കുന്നത്. വിവിധ വകുപ്പുകൾക്ക് കീഴിൽ ചെറുതും വലുതുമായി 200ഓളം ഗ്രാന്റ്സ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളുണ്ട്. ജീവനക്കാർ എത്രയെന്ന് വ്യക്തമല്ല. ഉദാഹരണം, ഖാദി ഗ്രാമ വ്യവസായ ബോർഡ്, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, കേരള കലാമണ്ഡലം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലൈബ്രറി കൌൺസിൽ, മനുഷ്യാവകാശ കമ്മീഷൻ, സാക്ഷരതാ മിഷൻ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഗിഫ്റ്റ്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് സർക്കാരിന്റെ ഗ്രാന്റ്സ് ഇൻ എയ്ഡ് വാങ്ങി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. അവയിൽ ശമ്പളമടക്കമുള്ളവയ്ക്ക് സർക്കാർ ബാധ്യതയില്ല എന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പോൾ അതിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശമ്പള വർധനവിന് വേണ്ടി കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല, സർക്കാർ കൈയൊഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ആന എഴുന്നള്ളിപ്പിന് ദൂരപരിധി എന്നൊരു വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ കൊടുക്കുന്നു. കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേവരഥ സംഗമ ഭൂമിയിലാണ്. ഇവിടെ ആന എഴുന്നള്ളത്തൊന്നുമില്ല. ഇവിടെ ആകെയുള്ളത് ഈ ദേവരഥങ്ങൾ ഇങ്ങനെ സംഗമിക്കും. പക്ഷെ വലിയ തിരക്കിനിടയിലാണ് ഈ ദേവരഥങ്ങൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നത് ഈ വിശ്വാസികൾ. പക്ഷേ ആന എഴുന്നള്ളിപ്പുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു പാരയാകുന്നതാണ് ഇപ്പോഴുള്ള വിധി. ക്ഷേത്രാങ്കണങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് 8 മീറ്റർ അകലം പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ആനകളെ ഉത്സവത്തിന് അനുവദിക്കാവൂ എന്ന് ഹൈക്കോടതി. 8 മീറ്റർ അകലം. ജസ്റ്റിസ് A.K. ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് P. ഗോപിനാഥും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നാട്ടാനകളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ പരിഗണിക്കുന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ കർശന ഇടപെടൽ. രാത്രി 10-നും പുലർച്ചെ 4-നും ഇടയിൽ ആനകളെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ദിവസം 30 കിലോമീറ്ററിലധികം ആനയെ നടത്തിക്കൊണ്ടുപോകരുത്. വാഹനത്തിലാണെങ്കിൽ 125 കിലോമീറ്ററിലധികം കൊണ്ടുപോകാൻ പാടില്ല. തുടർച്ചയായി 6 മണിക്കൂറിലധികം വാഹനത്തിൽ കൊണ്ടുപോകരുത്. 24 മണിക്കൂറിനുള്ളിൽ ആനയ്ക്ക് 8 മണിക്കൂർ വിശ്രമം ഉറപ്പുവരുത്തണം. ആനയായി ജീവിച്ചാൽ മതിയായിരുന്നു അല്ലേ. രാവിലെ 9-നും വൈകിട്ട് 5-നും ഇടയിൽ ആനകളെ റോഡിലൂടെ എഴുന്നള്ളിക്കാൻ പാടില്ല. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം. അതിത്തിരി പാടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പൂരമൊക്കെ നടക്കുമ്പോൾ 3 മീറ്റർ അകലം പാലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാതെ വരും. പല ക്ഷേത്രങ്ങളിലും അങ്ങനെ അത്തരം ആനകളെ എഴുന്നള്ളിപ്പിച്ച് ഒരേപോലെ എഴുന്നള്ളിച്ച് നിർത്താനുള്ള സമയമോ അല്ലെങ്കിൽ സ്ഥലമോ ഉണ്ടാവില്ല. തീപ്പന്തത്തിൽ നിന്ന് 5 മീറ്റർ അകലം വേണം. ജനങ്ങളും ആനയ്ക്കുമിടയിൽ ബാരിക്കേഡ് വേണം. വെയിലത്ത് നിർത്തരുത്. ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം. ആന വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തു നിന്നും 100 മീറ്റർ അകലെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 100 മീറ്റർ അകലെയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ ആ കോമ്പൗണ്ടിന് പുറത്ത് ആനയെ കൊണ്ട് നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പൂരത്തിന് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥന്മാർ
ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. എന്തായാലും ഹൈക്കോടതി കർശന വ്യവസ്ഥകളാണ് ഇപ്പോൾ ആന എഴുന്നള്ളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മനോരമ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തയൊന്ന് പരിശോധിക്കാം. എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിൽ ഏറ്റവും പ്രധാന വാർത്തയെ ആദ്യം പരിശോധിക്കാം, അതിനുശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. കേരളത്തിന്റെ ഫണ്ടിൽ തുകയുണ്ടല്ലോ എന്ന് കേന്ദ്രം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് L3 കാറ്റഗറിയിലുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം ഇന്നലെ കൊടുത്തത്. കേരളം ചോദിച്ചത് 1500 കോടി രൂപ. SDRFിലേക്ക് 388 കോടി രൂപ അനുവദിച്ചു എന്നാണ് കേന്ദ്രം പറയുന്നത്. SDRFിലെ തുക പക്ഷേ ദുരന്ത സഹായമല്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന, കാപ്പി കുടിക്കുന്ന എല്ലാവർക്കും അറിയാം. നോക്കൂ, വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്കുള്ള സഹായ പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വീണ്ടും ഉരുണ്ട് കളിക്കുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ ബാക്കിയുണ്ട് എന്നാണ് ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് വേണ്ടി മാത്രം കേന്ദ്രം സഹായം നൽകുമോ എന്നതാണ് ചോദ്യം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര സഹമന്ത്രി മറുപടി നൽകിയതെന്നാണ് വിവരം. പ്രധാനമന്ത്രി ചൂരൽമല മുണ്ടക്കൈയിലൊക്കെ വന്ന് മടങ്ങിപ്പോയതാണ്. 2024 ഏപ്രിൽ 1 വരെ 394 കോടി രൂപ SDRFിൽ ബാക്കിയുണ്ട് എന്നാണ് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ചിരിക്കുന്നത് എന്ന് കേന്ദ്രത്തിന്റെ മറുപടിയിൽ പറയുന്നു. 2000 അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, വയനാടിന്റെ കാര്യത്തിൽ SDRFിലെ പണം ചൂണ്ടിക്കാട്ടി കേന്ദ്രം കൈമലർത്തി എന്നാണ് വയനാട് വാർത്തയിൽ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1202 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ കേരളം മെമ്മോറാണ്ടം വഴി ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് 388 കോടി രൂപ SDRFിലേക്ക് നേരത്തെ അനുവദിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. അത് ചൂരൽമല മുണ്ടക്കൈയുടെ പശ്ചാത്തലത്തിലല്ല എന്നതാണ് പത്രം തന്നെ പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു വിവാദ വിഷയമായി പരിണമിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകാം എന്ന് കേന്ദ്ര സംഘം കേന്ദ്രത്തിൽ നിന്നുള്ള മറുപടി കത്തിൽ പറയുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം, എത്ര രൂപ അനുവദിക്കും, എത്ര രൂപ കിട്ടും, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമയിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ EP ജയരാജൻ പാലക്കാട്ടെ സ്ഥാനാർത്ഥി P സരിനെ കുറിച്ച് ഇന്നലെ പാലക്കാട് പൊതുയോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ചിത്രം കൂടി ഉണ്ട്. വാക്കൌട്ട് പാലക്കാട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മഴ പെയ്തപ്പോൾ EP ജയരാജൻ സംസാരിച്ചുകൊണ്ടിരുന്ന മൈക്ക് നനയാതിരിക്കാൻ എടുത്ത് പോക്കറ്റിലിട്ട് ഓടി മാറുന്ന ഓപ്പറേറ്ററുടെ ചിത്രം പത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റർ മൈക്കുമായിട്ട് പോയി. പാവം EP ജയരാജൻ കുറച്ചു നേരം കൂടെ മഴയത്ത് കൊടയിൽ അവിടെ നിന്നു. പക്ഷെ പിന്നീട് മഴ കനത്തതോടുകൂടി EP ജയരാജൻ കാറിൽ കയറി പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അതിനിടയിൽ EP ജയരാജൻ പറഞ്ഞത് എന്താണെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇരുട്ടി വെളുക്കും മുൻപ് മറുകണ്ഠം ചാടിയാൾ എന്ന് പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെ ആത്മകഥയിൽ വിശേഷിപ്പിച്ചെന്ന ആക്ഷേപമുയർന്നതിന് തൊട്ടടുത്ത ദിവസം EP ജയരാജൻ മറുകണ്ഠം ചാടി. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി സരിനെ വാനോളം പുകഴ്ത്തിയായിരുന്നു തെറ്റുതിരുത്തൽ. ഉത്തമനായ ചെറുപ്പക്കാരൻ, ജനസേവനത്തിന്റെ മാതൃക, പാലക്കാടിന്റെ മഹാഭാഗ്യം തുടങ്ങി ഊതിക്കാച്ചിയ പൊന്ന് എന്നുവരെ വിശേഷണം നീണ്ടു. ട്രോളിയതാണോ? അല്ലല്ലേ. ചേലക്കരയിൽ പ്രചാരണത്തിന് പോകാത്ത ജയരാജൻ പാലക്കാട്ടെത്തിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഉഗ്രശാസനം മൂലമാണെന്ന് അറിയുന്നു. അങ്ങനെ ഉഗ്രശാസനമൊന്നും ഉണ്ടായില്ല. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് അത് EP ജയരാജൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. EP ജയരാജനും DC ബുക്സും തമ്മിൽ ഒരു കരാറും ഒപ്പിട്ടിട്ടില്ല. ആ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പാർട്ടി കടക്കുന്നുമില്ല എന്നാണ്. പക്ഷേ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യ അജണ്ടയായിട്ട് അത് വെച്ചിട്ടില്ല എങ്കിൽ പോലും EP ജയരാജൻ കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല വന്നതെന്ന് പറഞ്ഞ ജയരാജൻ 10 മിനിറ്റ് 32 സെക്കൻഡ് എടുത്താണ് സംസാരിച്ചത്. സരിന്റെ സ്കൂൾ കാലം മുതലുള്ള കാര്യങ്ങൾ വിവരിച്ചു. ആത്മകഥാ വിവാദം സംബന്ധിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ നൽകിയ പരാതിയിൽ പ്രാഥമിക പരിശോധനയ്ക്ക് കോട്ടയം SP ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ DGP നിയോഗിച്ചു എന്നുകൂടി പത്രം റിപ്പോർട്ടിൽ പറയുന്നു. കൽപ്പാത്തി രഥോത്സവത്തിന്റെ വാർത്തയും മനോരമ ആദ്യ പേജിൽ കൊടുക്കുന്നു. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്ന് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ഇന്ന് ത്രിസന്ധിക്കാണ് ദേവരഥങ്ങൾ മുഖാമുഖമെത്തിയുള്ള സംഗമം. കൽപ്പാത്തിയിൽ കഴിഞ്ഞ 2 ദിവസമായി ദേവരഥങ്ങൾ ഇപ്പോൾ പല ഗ്രാമങ്ങളിലൂടെ പ്രദക്ഷിണ വഴികളിലാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രം, പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ രഥോത്സവങ്ങൾ ചേരുന്നതാണ് കൽപ്പാത്തി രഥോത്സവം. ഇതിന് തൊട്ട് എതിർവശത്താണ് മന്ദക്കര ഗണപതി ഉള്ളത്. ഇതിന് തൊട്ട് പിന്നിലാണ് ലക്ഷ്മീനാരായണ പെരുമാളിന്റെ ക്ഷേത്രമുള്ളത്. ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രവും ഇതിന് തൊട്ടു പിന്നിലാണ്. അപ്പോൾ ആ വാർത്തയും മനോരമ ആദ്യ പേജിൽ നൽകുന്നു. ഇനി നമ്മൾ അടുത്ത പത്രത്തിലേക്ക് പോയാൽ മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞ് നമുക്ക് ദ ഹിന്ദു പത്രത്തിന്റെ ആദ്യ പേജിൽ
AFSPA reimposed in 6 riot-hit areas of Manipur. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്നറിയപ്പെടുന്ന കേന്ദ്ര സഹായം അല്ലെങ്കിൽ കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും സൈനിക വിഭാഗങ്ങൾക്കും അനിയന്ത്രിത അധികാരം നൽകുന്ന നിയമം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പിൻവലിച്ചിരുന്നു. പക്ഷെ മണിപ്പൂരിൽ തുടരുന്ന അതിരൂക്ഷമായിട്ടുള്ള ആഭ്യന്തര കലാപത്തെ മുൻനിർത്തി ഇപ്പോൾ കേന്ദ്ര സർക്കാർ AFSPA പ്രയോഗിച്ചിരിക്കുകയാണ് മണിപ്പൂരിലെ 6 കലാപബാധിത മേഖലകളിൽ എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. The 6 police station limits in 5 districts declared disturbed areas. Manipur government had withdrawn the act in 2022 as the situation improved. സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതിനെ തുടർന്ന് 2022 പിൻവലിച്ച AFSPA നിയമമാണ് മണിപ്പൂരിലെ ആ 5 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ 6 ഏരിയകളിൽ ഇപ്പോൾ തിരികെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. This time around the Home Ministry issues notification call for rescue of 6 abducted grows louder. പലതരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണ് മണിപ്പൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇനി വയനാടിന്റെ വാർത്തയും ദ ഹിന്ദു പത്രം വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സെന്റർ won't give more funds to state for Wayanad relief, says യൂണിയൻ മിനിസ്റ്റർ. സെന്റർ won't give more funds. നോക്കൂ, സംസ്ഥാനത്തിന് കൂടുതൽ പണം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്നാണ്. Kerala is unlikely to receive additional funds from the union government to cover the losses caused by the July 30 Wayanad landslide. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അഡീഷണൽ ആയിട്ടുള്ള സാമ്പത്തിക സഹായം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ദ ഹിന്ദു പത്രം പറയുന്നത്. ഹിന്റിംഗ് ദാറ്റ് ദ യൂണിയൻ ഗവൺമെന്റ് ഹാഡ് മെയ്ഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻസ്, നിത്യാനന്ദ റായ്, യൂണിയൻ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ഫോർ ഹോം അഫയേഴ്സ്, ഇൻഫോംഡ് KV തോമസ്, സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഫോർ കേരള ഇൻ ന്യൂഡൽഹി, ദാറ്റ് സഫീഷ്യന്റ് ഫണ്ട്സ് വെയർ അവൈലബിൾ ഇൻ ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് ഫോർ ദ റിലീഫ് ഓപ്പറേഷൻസ്. നിലവിൽ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ പണമുണ്ടെന്നും അതുകൊണ്ട് കൂടുതൽ പണം അനുവദിക്കാൻ കഴിയില്ല എന്നുമാണ് കേന്ദ്രം അറിയിച്ചു എന്നാണ് പത്രം ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത EP ജയരാജന്റെ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ ക്യാരി ചെയ്യുന്നുണ്ട്. ജയരാജൻ ലീഡ്സ് കൺസ്പിറസി, ഡിനൈസ് ഹയറിംഗ് എനി പബ്ലിഷർ, ഗോസ്റ്റ് റൈറ്റർ. Then CPM Central Committee member EP Jayarajan said here on Thursday that he had not interested anyone to publish his autobiography, but he said he was working on his personal chronicle and it would be published soon. താൻ ആരെയും തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് EP ജയരാജൻ എന്ന് ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട നമുക്കൊപ്പം റോഷി പാലുണ്ട്. ഗുഡ് മോർണിംഗ് റോഷി. ഗുഡ് മോർണിംഗ് അലമീൻ. ഗുഡ് മോർണിംഗ് സാനിയ മനോമി. ഗുഡ് മോർണിംഗ് ദീപക് ബലേമ. അപ്പോൾ റിപ്പോർട്ടറിന്റെ ഈ മിടുക്കന്മാരായ വാർത്താ സംഘമാണ് ഇന്നലെ പ്രേക്ഷകർക്ക് മുന്നിൽ റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് ബിഗ് ബ്രേക്കിംഗ് എത്തിച്ചത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, പാലക്കാട് മണ്ഡലത്തിലേക്ക് നിരവധി വ്യാജ വോട്ടർമാരെ ചേർത്തു എന്ന വാർത്ത ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയെ റിപ്പോർട്ടർ TV കണ്ടെത്തിയിരുന്നു. ഞങ്ങൾ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മാത്രം 100ഓളം വോട്ടർമാരെയാണ് ചേർത്തത്. ആ വാർത്തയുടെ ഒരു തുടർച്ചയുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ദേവരത്ന സംഗമം? ആദ്യമായിട്ടല്ലേ റോഷി ഇങ്ങനെ? ആദ്യമായിട്ടാണ്. ഒന്ന് ഈ കൽപ്പാത്തി ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ വൈബാണ്. അപ്പൊ സാറിന്റെ കൂടെ തന്നെ നമ്മൾ കുറെ തവണ വന്നു. പക്ഷേ രഥോത്സവത്തിന് ഭാഗമാകാൻ കഴിയാന്നുള്ള വലിയ സന്തോഷമാണ്. അല്ലെങ്കിൽ പല ഉത്സവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ദേവരത്ന സംഗമം നടക്കുന്ന കൽപ്പാത്തിയിൽ ഇതും എന്താ ഒരു ഫീല്? അടിപൊളി, നല്ല വൈബാണ് ഈ പറഞ്ഞതുപോലെ. ഞാൻ ആദ്യമായിട്ട് വരണം. വൈകുന്നേരം വരണം. ഈ വൈബൊന്നും അല്ല, ഈ വൈബിന്റെ 100 ഇരട്ടി അതുക്കും മീതെ ആയിരിക്കും. വൈകുന്നേരം എന്തായാലും ഇറങ്ങണം, പൊളിയായിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് തിരികെ സമയം ഉണ്ടാവില്ല. അത്രയ്ക്ക് വേഗത്തിലേക്ക് രഥം വലിക്കാൻ തയ്യാറായിട്ട് നമ്മളിപ്പോൾ ദീപക് മലയമ്മ അവനെ കുറച്ച് മസിലൊക്കെ ഉണ്ട്. ദീപക് വലിക്കണമെങ്കിൽ വേറെ ആരും വലിക്കേണ്ടി വരില്ല. ദീപക് വികാരം ഗണപതിയുടെ ആണോ അതോ ശിവന്റെ ആണോ അതോ ഗണപതിയാണ് വലിക്കുക അല്ലേ? സുബ്രഹ്മണ്യനെ പിടിച്ചു. സുബ്രഹ്മണ്യനെ പിടിച്ചു. ഓക്കെ, സാരി എങ്ങനെയുണ്ട് നമ്മുടെ കൽപ്പാത്തി? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നും കൽപ്പാത്തി തേരൊരുങ്ങിയ സാധനങ്ങളൊക്കെ കേൾക്കുമെങ്കിലും ആദ്യമായിട്ട് വരുന്നതിന്റെ ഭയങ്കര ത്രില്ലുണ്ട്. ഈ കൽപ്പാത്തി തേരൊരുങ്ങി പാലക്കാടൻ കാറ്റ് വന്നു എന്നൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഫീൽ ഇവിടെ വരുമ്പോഴേ അറിയത്തുള്ളൂ അല്ലേ? മാത്രമല്ല ധാരാളം ആളുകൾ ഇനിയിപ്പോ അങ്ങോട്ട് ആളുകൾ അങ്ങോട്ട് ഒഴുകി തുടങ്ങും. ജനസാഗരം നിറയെ ആള് വരുന്ന പറഞ്ഞു. അപ്പൊ ഭയങ്കര രസമായിരിക്കും. മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ തേരുകൾ വരുന്നത്. ഇവിടുത്തെ തേരിന്റെ കാര്യങ്ങളൊക്കെ അറിയാമോ? കുറച്ചൊക്കെ പഠിച്ചു. അപ്പുറത്തെ ഏതാ ക്ഷേത്രം അവിടെ മന്ദക്കര ഗണപതി ക്ഷേത്രം. ഇതേതാണെന്നറിയാമോ? ഇത് ശരാക്ഷി സമേത അതിന് തൊട്ട് പിന്നിലുണ്ട്. അതാണ് പഴയ കൽപ്പാത്തി. പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം. ഇനി വേറൊരു ക്ഷേത്രമുണ്ട്, ചാത്തപുരത്തെ പ്രസന്ന ഗണപതി. അപ്പൊ ഈ സ്ഥലങ്ങളിൽ നിന്നാണ് തേരുകൾ എത്തുന്നത്. അപ്പൊ ചാത്തപുരത്തെ പ്രസന്ന ഗണപതിയുടെ തേര് വരും, ലക്ഷ്മി നാരായണ പെരുമാളിന്റെ തേര് വരും, നമ്മുടെ മന്ദക്കര ഗണപതിയുടെ തേര് വരും. കൂടാതെ ഇവിടെയുള്ള 3 തേരുകളും ഉണ്ടാവും. ഈ തേരുകളെല്ലാം തേരുമുട്ടിയിൽ വന്ന് സംഗമിക്കും. വൈകുന്നേരം മനോഹരമായ ത്രിസന്ധിയിൽ മഴ പെയ്തില്ലെങ്കിൽ ഇന്ന് മനോഹരമായ കാഴ്ചയാണ്. റിപ്പോർട്ടർ TV സമഗ്രമായിട്ട് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പൊ തേരിന്റെ വൈബിൽ നിൽക്കുന്നു. നമ്മുടെ രാഷ്ട്രീയത്തെ ആരാ വലിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും ഒടുവിലത്തെ പൾസ് എങ്ങനെയാ? എങ്ങോട്ടാ കാറ്റ്? ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വാശിയേറിയ മത്സരം എന്ന് പറയാം. കഴിഞ്ഞ തവണ ഒരുപക്ഷെ ത്രികോണ മത്സരത്തിന് പാലക്കാട് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല. ഇത്തവണ അങ്ങനെയല്ല, ത്രികോണ മത്സരമുണ്ട്.
അപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം, അടിയൊഴുക്കുകളുമുണ്ട്, അടിയൊഴുക്കുകൾ നന്നായിട്ടുണ്ട്. നമുക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന അടിയൊഴുക്കുകളാണ്, പറയാൻ പറ്റാത്ത അടിയൊഴുക്ക്. അപ്പൊ അടിയൊഴുക്കുകൾ ശക്തമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പതുപോലെ പത്രങ്ങൾ ഒരു കൈ പിടിച്ചാലോ, ദീപിക പിടിച്ചോളൂ. ദീപിക പൊതുവെ വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ദെൻ കേരള കൗമുദി, ദെൻ നമ്മളുടെ സുപ്രഭാതം, ദെൻ ദേശാഭിമാനി, ബാക്കി പത്രങ്ങൾ നമ്മൾ വരുന്ന വഴിക്ക് പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കും. അപ്പോൾ മാധ്യമം പത്രത്തിൽ, അപ്പോൾ മാധ്യമത്തിൽ തുടങ്ങാം. മാധ്യമത്തിൽ നമ്മൾ വായിച്ച ആ വാർത്ത തന്നെയാണ്. വയനാട് ദേശീയ ദുരന്തമല്ല എന്ന് കേന്ദ്രം പറഞ്ഞത് പ്രധാനപ്പെട്ട വാർത്തയാക്കി കൊടുത്തിരിക്കുന്നു. അതിന് തലക്കെട്ട് വെറും ദുരന്തം എന്നാണ് വയനാട് മാധ്യമം പത്രം ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ചുള്ള കേന്ദ്ര കത്ത്, കേന്ദ്ര മറുപടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ പ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല. കേരളം ആവശ്യപ്പെട്ടത് L3 കാറ്റഗറിയിൽപ്പെട്ട ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു. എന്നാൽ കേന്ദ്രം ഇന്നലെ നിത്യാനന്ദ റായ് ആഭ്യന്തര സഹമന്ത്രി കൊടുത്ത മറുപടി കത്തിൽ അത് നിലവിൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ പണം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനും കേന്ദ്രം മറുപടി നൽകി. ആവശ്യത്തിനുള്ള പണം കേരളത്തിന്റെ ദുരന്ത നിവാരണ നിധിയിലുണ്ട്. മാധ്യമം പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സന്ദർശിക്കവേ ചികിത്സയിൽ കഴിയുന്ന മാതാവിനോടൊപ്പമുള്ള നൈസ എന്ന 3 വയസ്സുകാരിയെ താലോലിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം കൂടി ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിനോടൊപ്പമുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് പക്ഷേ കത്തിൽ കാണുന്നില്ല എന്നാണ് പത്രത്തിന്റെ വിമർശനം. വയനാടും പ്രതിസന്ധിയും, കടമെടുപ്പിൽ ഇളവ് തേടി സംസ്ഥാന സർക്കാർ എന്ന വാർത്ത കൂടി മാധ്യമം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ EP-യുടെ വാർത്തയാണ് പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി പത്രം കൊടുത്തിരിക്കുന്നത്. കഥയറിയാതെ 2ാം ദിനം. ആത്മകഥാ വിവാദത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ആവർത്തിച്ച് നിഷേധിച്ച് EP ജയരാജൻ, EP-യെ കൈവിട്ട് DC ബുക്സ്. ഇത്രയുമാണ് മാധ്യമത്തിലെ പ്രധാനപ്പെട്ട വാർത്ത. ഒരു വാർത്ത കൂടി അതിന്റെ സൈഡിലുണ്ട്. പണപ്പെരുപ്പം 4 മാസത്തെ ഉയരത്തിൽ. നോക്കൂ, നമ്മളുടെ ഇന്ത്യൻ റുപ്പിയുടെ വില അനുദിനം താഴോട്ട് പോകുന്ന, കുത്തനെ താഴോട്ടിടിയുന്ന ഒരു സാഹചര്യമുണ്ട്. മൊത്തവില സൂചിക അടിസ്ഥാനത്തിലുള്ള പണപ്പെരുപ്പം ഒക്ടോബറിൽ 4 മാസത്തെ ഉയർന്ന നിലവാരമായ 2.36%-ലെത്തി. പച്ചക്കറികൾ ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കളുടെയും ഉൽപാദന വസ്തുക്കളുടെയും വില ഉയർന്നതാണ് പണപ്പെരുപ്പം ഉയരാനിടയാക്കിയത്. സെപ്റ്റംബറിൽ മൊത്തവില പണപ്പെരുപ്പം 1.84%-ആയിരുന്നു. എന്നാൽ മൊത്തവില പണപ്പെരുപ്പം 2.36%-ആയി ഉയർന്നിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇനി നമ്മൾ ദീപികയിലേക്ക് എത്തിയാൽ, ദീപികയിലെയും പ്രധാനപ്പെട്ട ലീഡ് വാർത്ത വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് കേന്ദ്രമാണ്. ആ വാർത്ത നമ്മൾ വായിച്ചതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിൽ താമസിക്കുന്നവർക്ക് ഏത് RTO ഓഫീസിലും വാഹനം രജിസ്റ്റർ ചെയ്യാമെന്ന ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതുകൂടി ദീപിക പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നു. സാധാരണ ഏത് സ്ഥലത്താണോ നിങ്ങൾ താമസിക്കുന്നത് ആ സ്ഥലത്താണ് വാഹനം രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഈ വാഹനം വാങ്ങുന്നവർക്കിടയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ KL01, KL07 നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ കൊച്ചിയിലോ പോയി വാടക വീടെടുത്ത് വാഹനം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വടകര മാത്രമേ ഉള്ളൂ അല്ലെ? വടകരയിലെ രജിസ്ട്രേഷൻ നമ്പർ എത്ര? പറയാം, പ്രാദേശികവാദം. അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എത്ര പിടിച്ചാലും KL09 വരില്ല. KL09 അല്ലേ? KL09 എന്താണെന്നറിയോ? പാലക്കാട്. അപ്പൊ KL09 പാലക്കാട് നമ്പറാണ് നമ്മുടെ ഗോൾഡൻ നമ്പർ. അപ്പൊ എന്തായാലും അതിന് ഏത് നാട്ടിൽ താമസിക്കുന്നവർക്കും എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ പാലക്കാട്ട് നിങ്ങൾ വണ്ടി വാങ്ങിച്ചാൽ 01 വേണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോയി രജിസ്റ്റർ ചെയ്യുക. 07 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് പോയി രജിസ്റ്റർ ചെയ്യുക. കേരളത്തിൽ താമസിക്കുന്നതോ ബിസിനസ് നടത്തുന്നതോ ആയ വ്യക്തിക്ക് സംസ്ഥാനത്തെ ഏത് RTOയിലും വാഹനം രജിസ്റ്റർ ചെയ്യാമെന്ന് ഹൈക്കോടതി. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 40 അനുസരിച്ച് സംസ്ഥാനത്ത് എവിടെ താമസിച്ചാലും ഇഷ്ടമുള്ള RTOയിൽ രജിസ്റ്റർ ചെയ്യാം. അതിനാൽ ഇത്തരം അപേക്ഷകൾ നിരസിക്കരുതെന്നും കോടതി ഉത്തരവിട്ടു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് താമസിക്കുന്നയാൾ വാഹനം ആറ്റിങ്ങലിൽ രജിസ്റ്റർ ചെയ്യാൻ നൽകിയ അപേക്ഷ നിരസിച്ചതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ഇനി മറ്റൊരു വാർത്ത കൂടി ദീപികയുടെ ആദ്യ പേജിലുണ്ട്. വായുമലിനീകരണം. നമ്മുടെ രാധാകൃഷ്ണൻ അവിടെ ശ്വാസം മുട്ടി റിപ്പോർട്ട് ഡൽഹിയിൽ അല്പസമയത്തിനുള്ളിൽ ശ്വാസം മുട്ടി ഒരു റിപ്പോർട്ട് നൽകും. അപ്പോൾ വായുമലിനീകരണം, ശ്വാസം മുട്ടി രാജ്യ തലസ്ഥാനം. 5ാം ക്ലാസ് വരെയുള്ള പഠനം ഓൺലൈനാക്കിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ഡൽഹിയിലെത്തിയപ്പോൾ ഗ്യാസ് ചേംബറിൽ കയറിയതുപോലെ എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. വായുഗുണ നിലവാര സൂചിക വയനാട്ട് എത്രയാണെന്നറിയാമോ? 35. പാലക്കാട് ഇപ്പോൾ വായുഗുണ നിലവാര സൂചിക പരിശോധിച്ചാൽ ഒരു 50-നും 40-നും ഇടയ്ക്കായിരിക്കും. 40-നും 50-നും ഇടയ്ക്കായിരിക്കും. ഡൽഹിയിൽ എത്രയാണെന്നറിയാമോ? ഇന്നലെ പോയത് 462 അത്രയുമുണ്ട്. എന്ന് പറഞ്ഞാൽ 10-15 മടങ്ങ് കൂടുതലാണ് നമ്മുടെ നാട്ടിലേക്കാൾ വായു ഗുണനിലവാര സൂചിക നിൽക്കുന്നത്. മലിനീകരണത്തിന്റെ തോത് ഡൽഹിയിലുള്ളത്. അപ്പോൾ ഗ്യാസ് ചേംബറിൽ കയറിയതുപോലെ എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. വായുമലിനീകരണം പരിധി വിട്ടതോടെ രാജ്യ തലസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനം ഓൺലൈനാക്കി. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി അതിഷി അറിയിച്ചിട്ടുണ്ട്. ആ അവസ്ഥയാണ് ഇപ്പോൾ ഡൽഹിയിൽ. ഡൽഹി ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാസ് ചേംബറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ കാരണം ഇപ്പോൾ ഈ വൈക്കോലൊക്കെ കത്തിച്ച്
ദീപാവലി കഴിഞ്ഞതിന് ശേഷമുള്ള പുക, അത് കൂടാതെയുള്ള മൂടൽമഞ്ഞ്. അപ്പോൾ ഡൽഹിയിൽ ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ പോലും കഴിയാത്ത വിധം അല്ലേ, ഹരിയാനയിലും ഗുർഗാവിലൊക്കെ കൂടുതൽ കത്തിക്കുമ്പോഴാണ് ഇത് ഇങ്ങോട്ട് ചാടുന്നത്, കത്തിക്കുമ്പോൾ. അതെ, എന്തായാലും അത് ഗുരുതരമായ പ്രതിസന്ധിയാണ്. മാത്രമല്ല ഒരു അപകടകരമായ ദൃശ്യം നമ്മൾ കണ്ടു. യമുനയിൽ ഈ വെള്ളം ഒഴുകുന്നതിനിടയിൽ ഈ അമോണിയ വന്ന് നിറഞ്ഞിട്ട് മാലിന്യം ഉണ്ടാകുമ്പോൾ പത വരുമല്ലോ, ആ പതയുണ്ടല്ലോ, ആളുകൾ വിചാരിച്ചു അത് ദൈവിക പതയാണെന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ ഈ അമോണിയ എടുത്ത് തലയിൽ തേച്ചു. അങ്ങനെ ഒരു വാർത്ത കൂടി വന്നിരുന്നു, കേട്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് അമോണിയാണ്, അതെടുത്ത് തലയിൽ തേക്കുന്ന അവസ്ഥയുണ്ട്. പാവങ്ങൾക്ക് അറിയാതെ പോയി അതിങ്ങനെ പതഞ്ഞൊഴുകുകയാണ്. അപ്പോൾ പതഞ്ഞൊഴുകുന്നത് നല്ലതാണെന്ന് അവർ കരുതി. അത് മലിനീകരണമുള്ള യമുനയുടെ ഒഴുക്കായിരുന്നു. നമുക്കിനി കേരള കൗമുദിയിലേക്ക് കടന്നാലോ? ലീഡ് വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയനാടിന്റെ നഷ്ടം ദേശീയ ദുരന്തമല്ല എന്നുള്ളത് തന്നെയാണ്. സൂപ്പർ ലീഡായിട്ട് മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം. ഇതിലെനിക്ക് കൗതുകം തോന്നിയത് 10-12 ക്ലാസുകളിലെ CBSE സിലബസ് 15% ചുരുക്കാനുള്ള ഒരു തീരുമാനമാണ്. നല്ല തീരുമാനം. അതെ, അത് കുട്ടികളെ സംബന്ധിച്ച് ഒന്ന് വായിച്ചു തീർച്ചയായിട്ടും. അപ്പോൾ രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് CBSE 10ാം ക്ലാസ് 12ാം ക്ലാസ് അല്ലേ? അതെ, CBSE വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി 10-12 ക്ലാസുകളിലെ എല്ലാ വിഷയങ്ങളുടെയും സിലബസ് 15% കുറയ്ക്കും. 2025 അധ്യയന വർഷം തന്നെ നടപ്പാക്കും. ഇന്റേണൽ അസസ്മെന്റ് 40% വർദ്ധിപ്പിക്കും. ഫൈനൽ എഴുത്തു പരീക്ഷയ്ക്ക് 60% മാർക്ക്. ഇംഗ്ലീഷ്, സാഹിത്യം, സോഷ്യൽ സയൻസ് തുടങ്ങിയ തെരഞ്ഞെടുത്ത വിഷയങ്ങൾക്ക് പുസ്തകം നോക്കി പരീക്ഷ എഴുതുന്ന ഓപ്പൺ ബുക്ക് എക്സാം നടപ്പാക്കും. വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ നല്ല നീക്കമാണ്. പണ്ടും കേരള സംസ്ഥാന സിലബസിലൊക്കെ എഴുതിയിരുന്ന ആളുകളും പുസ്തകമൊക്കെ തുറന്നു വെച്ചാണ് പരീക്ഷ എഴുതിയിരുന്നത്, ചില ആളുകൾ അല്ലേ. പക്ഷെ അത് സർക്കാർ അംഗീകാരത്തോടെ തുറന്നു വെച്ച് എഴുതിയതല്ല, സർക്കാർ അംഗീകാരമില്ലാതെ സാറന്മാരെ കാണാതെ തുറന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല, CBSE കൊടുക്കുന്ന ഉത്തരവ് പ്രകാരം സർക്കാർ തന്നെ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ തുറന്നു വെച്ച് പുസ്തകം എഴുതാം. അപ്പൊ പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും, കൊള്ള ഏർപ്പാടായിരിക്കുന്നല്ലേ. പക്ഷേ ഇത് എവിടുന്ന് ചോദിച്ചിരിക്കുന്നു എന്നറിയണമല്ലോ. 78ാമത്തെ പേജിലാണോ 76ാമത്തെ പേജിലാണോ എന്നറിയണം. മാത്രമല്ല ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരിക്കില്ല അല്ലേ, അനലിറ്റിക്കലായ ചോദ്യങ്ങൾ. അത് മറിച്ചു നോക്കുക മാത്രമല്ല അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ എങ്കിൽ മാത്രമേ വരൂ അല്ലേ. അപ്പൊ എന്തായാലും +2 വിദ്യാർത്ഥികൾക്ക് സന്തോഷം, നിങ്ങളുടെ പഠനഭാരം 15% കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്ത. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിയാൻ. മറ്റൊരു വാർത്ത, EPA പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയേക്കും. ബൈലൈനോട് കൂടിയിട്ടുള്ള സ്റ്റോറിയാണ്. അടുത്ത വരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗമൊക്കെ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. അത് കഴിഞ്ഞ് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ്, അതോടുകൂടി തീരുമാനം ഉണ്ടാവുന്നതാണ് വാർത്ത. അത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് അല്ലേ. കാര്യമായ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ചുമതലകൾ നൽകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് പാർട്ടി പ്രതിസന്ധിയിലാവുന്നു എന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ അതേസമയം EP ജലീലിന്റെ കർശന നടപടിയൊന്നുമില്ല. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടുകൂടി അത് അവസാനിച്ചു. പിന്നെ ഇനി വലിയ പാർട്ടി ചുമതലകളൊന്നും നിലവിൽ കൊടുക്കില്ല, അത് EP പ്രതീക്ഷിക്കുന്നുമില്ലെന്ന് തോന്നുന്നു അല്ലേ. ഇല്ല, EP പ്രതീക്ഷിക്കാനും സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇതില് വേറൊരു വാർത്ത വരുന്നത് ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട്. ഇനി ആശ്രിത നിയമനം, ഡൈങ് ഇൻ ഹാർനസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി കൂടി കേരള കൗമുദി പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സർക്കാർ സർവീസിൽ ജോലിയിലിരിക്കെ മരിക്കുന്നവരുടെ ആശ്രിതർക്കുള്ള നിയമനം അവകാശമല്ലെന്ന് സുപ്രീം കോടതി. സർക്കാർ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അത്തരം നിയമങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്കും മറ്റു മാനദണ്ഡങ്ങൾക്കും വിധേയമായിരിക്കുമെന്നും ജസ്റ്റിസുമാരായ അഭയ് SOK, അമാനുല്ല, അഗസ്റ്റിൻ ജോർജ് മിസി എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചു. പോലീസ് കോൺസ്റ്റബിളായിരുന്ന പിതാവിന്റെ പേരിലുള്ള ആശ്രിത നിയമനം നിരസിച്ചെന്ന ഹരിയാന സ്വദേശിയുടെ ഹർജിയിലാണ് വിധി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആശ്രിത നിയമനം അവകാശമല്ലെങ്കിൽ ആ ഒരു സാധ്യത കൂടി അടയുന്നു. അപ്പോൾ മിക്കവാറും സംസ്ഥാന സർക്കാരുകളുടെ ഡിസ്ക്രിപ്ഷനാണ്, അത് വിവേചനമാണ്, അത് വേണോ വേണ്ടയോ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മണ്ഡല തീർത്ഥാടനത്തിന് കൂടി തുടക്കമാണ്. ശബരിമല നട ഇന്ന് വൈകുന്നേരം തുറക്കുകയും ചെയ്യും അല്ലേ. കൽപ്പാത്തിയിൽ നിന്നും ദേവരഥ സംഗമത്തിന്റെ ഭൂമിയിൽ നിന്നും മണ്ഡലകാലത്തിലേക്കുള്ള വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകണം. നമുക്ക് ദേശാഭിമാനി കൂടി നോക്കണ്ടേ. പരിപ്പോടെയും കട്ടൻ ചായയും കൂടെ ദേശാഭിമാനി. അതെ, എന്താണ് ദേശാഭിമാനി? ദേശാഭിമാനിയിൽ ഇന്ന് ലീഡ് വാർത്ത ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട പാലക്കാട് മഹിളാ കോൺഗ്രസ് നേതാവും പാർട്ടി വിട്ടു എന്ന വാർത്ത. അങ്ങനെ ഒരു വിക്കറ്റും വീണോ? അത് ഇന്നലെ ഈ തിരക്കിനിടയിൽ വലിയ വാർത്ത പെരുമഴയായിരുന്നല്ലോ, അതിനിടയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. വലിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയില്ലെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം? അത് മഹിളാ കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് നേതൃത്വത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ പാർട്ടിയിൽ നിന്നും വീണ്ടും രാജി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ OP കൃഷ്ണകുമാരിയാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഉപതെരഞ്ഞെടുപ്പുമായി പ്രഖ്യാപിച്ച ജില്ലയിൽ നിന്ന് രാജിവെക്കുന്ന 9ാമത്തെ നേതാവാണ്. 9ാമത്തെയോ? അതെ, ഒരു മാസത്തിൽ 9ാമത്തെ അല്ലേ. ഈ മഹിളാ കോൺഗ്രസിന്റെ സെക്രട്ടറി അല്ലേ, ജില്ലാ സെക്രട്ടറിയാണ്. കുറച്ചു ഉയർന്ന പോസ്റ്റാ അല്ലേ. അതെ, മാത്രമല്ല ഷൊർണൂർ പാർട്ടിയുടെ ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ പാർട്ടിയിലും കൂടെ ചുമതല, ചില ആൾക്കാർ മഹിളാ കോൺഗ്രസിൽ മാത്രം, പാർട്ടി കൂടെ ചുമതലയുള്ള നേതാവാണ്. അപ്പോൾ
അത് ഇന്നലെ സാധാരണഗതിയിൽ ഇത്തരം രാജി വരുമ്പോഴുണ്ടാവുന്ന വാർത്താ പ്രാധാന്യം ദൃശ്യമാധ്യമങ്ങളിൽ ലഭിച്ചിരുന്നില്ല. കാരണം വ്യാജ വോട്ടിന്റെ വിഷയങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സംവിധാനം രാജി. ഇതിൽ സൂപ്പർ ലീഡ് വന്നത് ദശാമാനി, ഈ മുണ്ടകൈ ഉരുൾപൊട്ടൽ മറ്റ് മാധ്യമങ്ങൾ പോലെ തന്നെയാണ്. അത് കണ്ണിൽ ചോരയില്ലാതെ എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനി ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കണ്ടും കേട്ടും പ്രധാനമന്ത്രി മടങ്ങി, പ്രഖ്യാപനം കാത്ത് എന്ന് അന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത കൂടി പത്രം കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് ഈ ഫോട്ടോകൾ സെലക്ട് ചെയ്യുന്നതിനകത്തൊരു കൗതുകമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ സാനിയോ? ഇതിനകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. പറ്റിച്ചേ എന്ന ചിത്രം വരത്തക്ക രീതിയിലാണ് പത്രം എടുത്ത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെ, കണ്ണിൽ ചോരയില്ലാതെ. കണ്ണിൽ അതുമായി ബന്ധപ്പെട്ടേ സുപ്രഭാതത്തിൽ തന്നെ കാർട്ടൂണുണ്ട്. അകമ്പുരം ഉരുൾ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്രം. കേന്ദ്രം അതിന് കൊടുത്തിരിക്കുന്നത് ദുരന്തം ഏതായാലും പ്രഹസനം തന്നെ മുഖ്യം. അതിന് ഒതുക്കുന്ന ചിരിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ കാര്യത്തിൽ ഇനി കേന്ദ്രം വിശദീകരണം നൽകും. ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും കൊടുക്കാതിരിക്കില്ല എന്നാണ്. കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. 1202 കോടി രൂപയാണ് കേരളം ചോദിച്ചത്. നിത്യാനന്ദ റായിയുടെ കത്ത് നോക്കിക്കഴിഞ്ഞാൽ SDRFന്റെ ഫണ്ടിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളം എന്നതാണ് നിലപാട്. ഇനി കൊടകര കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി ദേശാഭിമാനി ആദ്യ പേജിൽ കൊടുക്കുന്നു. ഇഡിക്കും ആദായ നികുതി വകുപ്പിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കണം. BJP നേതാക്കൾ ഉൾപ്പെട്ട കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ നടപടി സ്വീകരിക്കാത്തതിനെതിരെ നൽകിയ ഹർജിയിൽ ഇഡിക്കും ആദായ നികുതി വകുപ്പിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാൻ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി ദേശാഭിമാനി ഉൾപേജിൽ കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കാൻ ഇത് ശ്രമിച്ചതാണ് CPM. അതിൽ ഒന്നുകൂടെ ഉണ്ട് നമ്മൾ അറിയേണ്ട. കെ രത്നകുമാരി ഇന്നലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. അവിടെ ജില്ലാ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം CPM-നാണ്. PP ദേവിയുടെ ഒഴിവിലേക്കാണ് നിലവിൽ അഡ്വക്കേറ്റ് KK രത്നകുമാരി വന്നിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ഇന്ന് തുടക്കം. വലിയ വാർത്തകളുടെ ഇടയിൽ ഈ പാവം കുഞ്ഞുങ്ങളുടെ വാർത്ത മറന്നു പോവല്ലേ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് വെള്ളിയാഴ്ച ആലപ്പുഴയിൽ തുടക്കമാകും. 5000-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ശാസ്ത്രോത്സവവും വൊക്കേഷണൽ എക്സ്പോയും വൈകിട്ട് 4-ന് സെന്റ് ജോസഫ് HSS-ൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന വാർത്ത കൂടി പത്രം കൊടുക്കുന്നു. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എന്താണ്? കലോത്സവം തിരുവനന്തപുരത്ത്, കായികോത്സവം എറണാകുളത്തായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വിഷം ചീറ്റി BJP എന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള എഡിറ്റോറിയലാണ് കൊടുത്തിരിക്കുന്നത്. മണിപ്പൂരിന്റെ വിലാപം എന്ന് MV ഗോവിന്ദ മാഷിന്റെ ഒരു ആർട്ടിക്കിൾ കൂടി ദേശാഭിമാനി പത്രം കൊടുത്തിട്ടുണ്ട്. മനോരമയുടെ എഡിറ്റോറിയൽ കൂടി നമുക്കൊന്ന് വളരെ വേഗം പരിശോധിച്ച് വരാം. മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ഇവിടെ പരിശോധിക്കുക. ദെൻ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ കൂടി നമുക്കൊന്ന് നോക്കാം. മാതൃഭൂമിയുടെ എഡിറ്റോറിയലിലേക്ക് വന്നാൽ സുഗമമാകട്ടെ ശബരിമല തീർത്ഥാടനം എന്നാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ. പ്രതീക്ഷയോടെയാണ് ഓരോ ഭക്തനും അയ്യപ്പനെ വണങ്ങാനെത്തുന്നത്. കൺകുളിർക്കെ മനം നിറഞ്ഞൊരു ദർശനം കുതിച്ചാണ് അവരെത്തുന്നത്. സുഖസൗകര്യങ്ങൾ കാക്ഷിച്ചു വരുന്നവരല്ല അയ്യപ്പ ഭക്തർ. ഭക്തരുടെ വിശ്വാസം അയ്യപ്പനാണ് എന്നാണ് പത്രം പറയുന്നത്. പത്രം എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്. സാധാരണ മാതൃഭൂമി ഏത് വാർത്ത പ്രസിദ്ധീകരിച്ചാലും അതിനകത്തൊരു പരിസ്ഥിതി കൂടിച്ചേർക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിൽ നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ വേണം. ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്. പരിസ്ഥിതിയോട് ഇത്രയേറെ ഇണങ്ങി നിൽക്കുന്ന ഒരു ദീർഘ തീർത്ഥാടനം കേരളത്തിൽ വേറെയില്ല. കാനന പരിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ചുമതലയാണെന്ന തോന്നൽ ഭക്തർക്കുണ്ടാകരുത്. അത് ഭക്തജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. പ്ലാസ്റ്റിക്കിന് ഇവിടെ നിരോധനമാണ്. ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് കൊണ്ടുവരരുതെന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. ഭക്തരും ഭഗവാനും ഒന്നായ പൂങ്കാവനത്തിൽ പരിസ്ഥിതി പരിപാലനത്തിൽ ഭക്തരും ഭരണകർത്താക്കളും കൂടി ഒന്നിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചാൽ ശബരിമല തീർത്ഥാടനം സുഗമമാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അല്ലെങ്കിലും തത്വമസി എന്നാണല്ലോ, അത് നീ ആകുന്നു എന്നാണ് നിങ്ങൾക്ക് ദർശനം കഴിഞ്ഞവിടെ എത്തുമ്പോൾ, മലകളും കുന്നുകളും കഴിഞ്ഞവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഭക്തരും സർക്കാരും ദേവസ്വം ബോർഡും അവിടെ ദേവനെ പൂജിക്കുന്നവരും എല്ലാവരും ഒന്നായി തീരുന്ന മനോഹരമായ ഒരു ദർശനകാലം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മൾ ആശംസിക്കുന്നു. ഇനി മാധ്യമത്തിന്റെ എഡിറ്റോറിയല് തടവറയിൽ തള്ളപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിനെതിരെയും അന്യായമായി ജാമ്യം നിഷേധിക്കുന്നതിനെതിരെയും നമ്മുടെ കോടതികൾ പലവരും അത്യുജ്വലമായ വിധി പ്രസ്താവങ്ങൾ നടത്തിയിട്ടുണ്ട്. വിധിച്ചാൽ മതിയോ, നടപ്പാക്കേണ്ട നീതി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു തടവറയിൽ വിചാരണ തടവുകാരുടെ വാർത്തയാണ് ഇന്നിപ്പോൾ മാധ്യമം എഡിറ്റോറിയലായി കൊടുത്തിരിക്കുന്നത്. ഹിന്ദുത്വയ്ക്കായി അരങ്ങൊഴിയുന്ന CPM എന്ന പേരിൽ ഒരു ലേഖനം കൂടി പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ലേഖനമാണ്. നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ലേഖനമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മനസ്സിലാക്കുന്നു. സംഘപരിവാറിന്റേത് കേവലമായ മതരാഷ്ട്രവാദമല്ലെന്നും സംസ്കാരത്തിന്റെയും ദേശീയതയുടെയും ബഹുതലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ആധുനികമായ വംശീയ പ്രത്യയശാസ്ത്രമാണെന്നും മനസ്സിലാക്കാൻ CPM-ന് സാധിക്കുന്നില്ല. സാംസ്കാരിക ഹിന്ദുത്വത്തെ എടുത്തണിഞ്ഞുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന്റെ സ്വാഭാവിക അപരനായി മുസ്ലിമിനെ സ്ഥാനപ്പെടുത്തുന്ന വംശീയ യുക്തി CPM-ഉം ആവർത്തിക്കുന്നു എന്നാണ് പത്രം പറയുന്നത്. ഒരുപക്ഷെ P. ജയരാജന്റെയൊക്കെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ലേഖനം വന്നിട്ടുണ്ടാവുക. മനോരമയിലേക്ക് എത്തിയാൽ മനോരമയുടെ എഡിറ്റോറിയൽ
ബുൾഡോസർ ആകരുത് ഭരണകൂടം എന്ന തലക്കെട്ടിലാണ് ഇന്നലെ വന്നിരിക്കുന്ന സുപ്രധാനമായ വിധിയാണ്. ബുൾഡോസർ രാജിന് ഈ രാജ്യത്ത് ഭരണഘടനാപരമായ അനുമതിയില്ല. ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടു എന്ന് കരുതി നേരെ ബുൾഡോസറുമായിട്ട് ചെന്ന് പ്രതിയുടെയും കുടുംബത്തിന്റെയും വീട് ഇടിച്ചു നിരത്തുന്ന പരിപാടി നടക്കില്ല എന്നാണ് ഇന്നലെ സുപ്രീം കോടതി വിധിച്ചത്. അതാണ് പത്രം ഇന്ന് എഡിറ്റോറിയൽ ചെയ്തിരിക്കുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കലിന് സുപ്രീം കോടതിയുടെ മാർഗരേഖ വന്നത് പത്രം സ്വാഗതം ചെയ്യുകയാണ്. നിയമനിർവഹണത്തിന്റെ മറവിൽ ചില പ്രത്യേക വിഭാഗങ്ങളെ ഉന്നം വയ്ക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമം അധികാരധാർഷ്ട്യത്തോടു കൂടിയുള്ള ഇടിച്ചു നിരത്തലിൽ ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്. നിസ്സഹായരുടെ വീടുകൾക്കും ജീവനോപാധികൾക്കും മേൽ ബുൾഡോസർ കയറ്റാൻ എവിടെ നിന്നാണ് ഇവർക്ക് ധൈര്യം ലഭിക്കുന്നത്? ഭരണകൂടത്തിന്റെയും ഇപ്പോ ആജ്ഞാനുവർത്തികളുടെയും ആ ധൈര്യം ചോർത്തിക്കളയാൻ ഇപ്പോഴുണ്ടായ കോടതി വിധി കാരണമാവുമെങ്കിൽ അതാവും ഇതിൽ നിന്നുണ്ടാവുന്ന ഏറ്റവും മൂല്യവത്തായ ഫലശ്രുതി എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പത്രവാർത്തകൾ. ഇക്ബാൽ എങ്ങനെയുണ്ട്? നിങ്ങളുടെ നാട്ടിലെത്തിയിട്ട് സ്വാഗതം ചെയ്തില്ലല്ലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ. ഒരു തേരുമഴ കൊണ്ടതിന്റെ ആസ്വാദനത്തിലായിരുന്നു. തേരുമഴയോ? അതെന്താണോ? തേര് കാറ്റെന്ന് കേട്ടില്ലേ? തേര് കാറ്റ്. അതുപോലെ ഇന്നലെ ഒരു തേരുമഴ പെയ്തു. ഇന്നലെ ഇ.പി. ജയരാജൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ പെയ്തത്. മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പെയ്തു. അടുത്ത മഴയായിരുന്നു. ഒരു 4:30 നമ്മുടെ മന്ദക്കര ഗണപതി ക്ഷേത്രത്തിലെ രഥപ്രയാണം തീരുമാനിച്ചിരുന്നു. പക്ഷേ നല്ല വെയിലായിപ്പോയി. നമ്മളെല്ലാരും പേടിച്ച് നിൽക്കരുത് എങ്ങനെ രഥപ്രയാണം നടക്കുന്നു. വെയിലായപ്പോ ഒരു 5:30 ആകുമ്പോഴത്തേക്കും തേര് കാറ്റ് നല്ല ശക്തമായി. പിന്നെ ഒരു 6 മണിയിലേക്ക് ഒരു തേര് മഴയായി മാറിയത്. അപ്പൊ തേര് കാറ്റ് തേരും മഴയായി മാറി. ഇന്ന് മഴ പെയ്യോ? ഇപ്പോഴത്തെ അന്തരീക്ഷം നോക്കിയിട്ട് നീലമാനമാണ്. മഴ പെയ്യോ? ഒരു ചേട്ടൻ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ദേവരത സംഗമം നടക്കുമ്പോൾ മഴ പെയ്താ പക്ഷേ ഒരു മഴ പെയ്യാതിരിക്കട്ടെ. ഇപ്പോ അന്തരീക്ഷം ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് സ്ഥലങ്ങൾ. കൊല്ലത്ത് ഞാൻ ഒന്നൊരാളെ പരിചയപ്പെട്ടു. കൊല്ലത്ത് നിന്നാ വന്നിരിക്കുന്നത് ഫാമിലിയോടെ. കാരണം അവർക്ക് തേര് കാണാൻ പറ്റാതെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ദേവരത സംഗമം നടക്കുമ്പോൾ മഴ പെയ്യുമോ എന്നുള്ളതാണ്. ഇപ്പോ ആകാശം തെളിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ ശിവശങ്കരന്റെ പ്രാർത്ഥന കൊണ്ട് മഴ പെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മനോഹരമായ ഒരു തേരുകാലം വന്നിരിക്കുന്നു. പാലക്കാട്ടുകാർക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ തിരിച്ചവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകും. ഒത്തുചേർന്ന മനുഷ്യർ പിരിഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ സങ്കടം ഈ തേരിനും ഈ തെരുവുകൾക്കുമുണ്ട്. ഇതിന്റെ ഈ കച്ചവടമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തേരും ഈ വീഥികളുണ്ടല്ലോ. ഉത്സവം തുടങ്ങുക. കൽപ്പാത്തി തേര് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് കേരളത്തിൽ ഉത്സവങ്ങളാണ്. വേലകളെല്ലാം തുടങ്ങി. പാലക്കാട് നമ്മുടെ ഉത്സവത്തിന് പറയുന്നത് വേലകൾ എന്നാണ്. അങ്ങ് വടക്കോട്ട് പറഞ്ഞാൽ പൂരം, തെക്കോട്ട് പോയാൽ പൂരം, പാലക്കാട്ടോട്ട് വന്നാൽ വേല. അപ്പോ അതാണ് ഇനിയിപ്പോ വേലകളുടെ കാലമാണ് വരാൻ പോകുന്നത്. പക്ഷേ കൽപ്പാത്തിയിൽ ആളുകൾ വന്ന് ഒഴിഞ്ഞു കഴിയുമ്പോൾ കൽപ്പാത്തി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ 10 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ കൽപ്പാത്തിയിലെ തെരുവിലൊക്കെ വളരെ ആളുകൾ എല്ലാം ഒഴിഞ്ഞ് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു പോയ പുഴ പോലെയായിരിക്കും കൽപ്പാത്തിയുടെ തെരുവ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്.